വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്ന മറ്റൊരു സംശയമാണ് ഇനി സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ച്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ മാസം അവസാനത്തോടു കൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങളുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ദെൻ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിൻ്റെ ഹാർഡ് കോപ്പിയും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങൾ പഠിച്ച് ഇറങ്ങിയ അതാത് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ എക്സാം സെൻറ്റർ, നിങ്ങൾ അവസാനം എഴുതിയ എക്സാം സെൻറ്ററിൽ നിന്ന് കൈപ്പറ്റാം. അതിനുശേഷം എന്ത് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്നാണോ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും ഹാർഡ് കോപ്പിയായി കയ്യിൽ കിട്ടുന്നത്, അതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ അക്ഷയ കേന്ദ്രം വഴിയോ ജനസേവാ കേന്ദ്രം വഴിയോ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുവഴി അപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് സർവീസ് ചാർജും കൂടി ഈടാക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ഓൺലൈനായി നിശ്ചിത എമൗണ്ട് കൊടുത്ത് അപേക്ഷിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ഹൗ ടു ഗെറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2 രീതിയിലാണ്. ഓർഡിനറി ഉണ്ട്, ദെൻ എമർജൻസി ഉണ്ട്. ഓർഡിനറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും, 6 മാസം, 6 to 1 കൊല്ലം എന്നൊക്കെ പറയുന്നത്. പക്ഷെ തുടക്കത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. ദെൻ എമർജൻസി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 3 months, 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വീട്ടിലേക്ക് എത്തും. ഓർഡിനറി ആണെങ്കിലും എമർജൻസി ആണെങ്കിലും പൈസയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, അത് നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പല വിദ്യാർത്ഥികളും അടുത്തായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ച സംശയം. സോ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഗ്രേസ് മാർക്കുകളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കണം. NCC ദെൻ ഇൻ്റർസോൺ മത്സരത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഗ്രേസ് മാർക്ക് ആഡ് ഓൺ ചെയ്യാൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ ശേഷം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇതിനിടെ നിങ്ങൾ റീവാലുവേഷന് കൊടുത്തു, ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തു. ഇപ്പോൾ 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നപ്പോൾ 1-2 പേപ്പറിൽ ഞാൻ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ റീവാലുവേഷന് കൊടുക്കാം. മെയ് 25 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ. മെയ് 25 ലാസ്റ്റ് ഡേറ്റ് ആണ് റീവാലുവേഷന്. 1 മാസം കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് വരും, അല്ലെങ്കിൽ വിത്തിൻ 1 മാസത്തിനുള്ളിലാണ് നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് വരിക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ 2 തവണ അപ്ലൈ ചെയ്യേണ്ടി വരും, നമ്മുടെ പൈസ പോവും. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന തരത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.